അവൾ പോയപ്പോൾ അയാൾ അവനു വേണ്ടി ജീവിച്ചു. അവൻ്റെ സുഖത്തിനും സന്തോഷത്തിനും മാത്രമായി അയാളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. അവൾ മരണമടയും മുന്നേ അയാളോട് പറഞ്ഞിരുന്നു, അവനെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യരുത്, മോനെ നല്ലവണ്ണം നോക്കിക്കോണേ എന്ന്. അന്ന് അയാൾ അവൾക്ക് വാക്കു കൊടുത്തു, ഇല്ല, ഒരിക്കലും ഞാൻ അവനെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയുമില്ല. ആ വാക്ക് അയാൾ അക്ഷരം പ്രതി പാലിച്ചു. അവനെ ഊട്ടിയും കൊഞ്ചിച്ചും ലാളിച്ചും താലോലിച്ചും ഓമനിച്ചും കഥകൾ പറഞ്ഞു കൊടുത്തും അവനെ അയാൾ നല്ലവണ്ണം വളർത്തി. നല്ല ഭക്ഷണം കൊടുത്തു, നല്ല വസ്ത്രങ്ങൾ അണിയിച്ചു, നല്ല വിദ്യാഭ്യാസം കൊടുത്തു. അവനെ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാക്കി. അവൻ്റെ ഏതാഗ്രഹങ്ങളും അയാളെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ സാധിച്ചു കൊടുത്തു. അവൻ സ്നേഹിച്ച പെൺകുട്ടിയുമായുള്ള വിവാഹം അയാൾ ആർഭാടപൂർവ്വം ചെയ്തു കൊടുത്തു. അങ്ങനെ അവനെ ഒരു ദുഃഖങ്ങളും അറിയിക്കാതെ അവനെ എത്ര കണ്ട് സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത്രയൊക്കെ അയാൾ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരുന്നു. കാലങ്ങൾ കടന്നുപോയി. അയാൾക്ക് വാർദ്ധക്യം വന്നു. അയാൾ അവശനായി. പരസഹായമില്ലാതെ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അവനും അവൻ്റെ കുടുംബവും മാറി താമസിച്ചു. അയാളെ നോക്കാനായി അവൻ ഒരു ഹോം നേഴ്സിനെ വെച്ചു. അയാളുടെ കാര്യങ്ങളൊക്കെ ആ ഹോം നേഴ്സാണ് നോക്കിക്കൊണ്ടിരുന്നത്. അയാളുടെ എന്ത് കാര്യങ്ങളും നല്ല വൃത്തിയിലും നല്ല പരിചരണത്തിലും ആ ഹോം നേഴ്സ് നോക്കിക്കൊണ്ടേയിരുന്നു. പക്ഷെ അയാളുടെ മനസ്സ് വേദനിക്കുകയായിരുന്നു. ഏറെ പ്രതീക്ഷിച്ചാണ് അയാൾ അവനെ വളർത്തിയത്. അവനിൽ നിന്നുള്ള സ്നേഹവും തലോടലും ഒക്കെ അയാൾ ഏറെ കൊതിച്ചിരുന്നു. അതൊന്നും അയാൾക്ക് കിട്ടിയതേയില്ല. അയാൾ അവനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുപോരുമ്പോൾ ഏറെ ആഗ്രഹിച്ചിരുന്നു, വയസ്സാവും കാലത്ത് തനിക്കൊരു താങ്ങും തണലുമായി അവൻ ഉണ്ടാകുമെന്ന്. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം തെറ്റി. അവൻ്റെ കുടുംബവുമായി മാറി താമസിച്ചപ്പോൾ അയാൾ വല്ലാതെ വേദനിച്ചു. അയാളുടെ ഓർക്കും തോറും അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ മുത്തുകൾ പൊഴിഞ്ഞു വീണു. അയാൾക്ക് വല്ലാത്ത മനോവേദനയായി. അയാൾ സ്വയം വിചാരിച്ചു, മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ കുറച്ചെങ്കിലും അവനവന് വേണ്ടി ജീവിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ആ ജീവിതം വെറും പാഴ്ജന്മമാണെന്ന് അയാൾ മനസ്സിലാക്കി. കുറച്ച് കാലമെങ്കിലും അയാൾക്ക് വേണ്ടി ജീവിച്ചതുപോലുമില്ല. അത് അയാളെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തി. അയാളുടെ കണ്ണുനീർ തുള്ളികൾ പൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. ഹായ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.